സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന SSCRT അധ്യായം അധികാരം ജനങ്ങൾക്ക്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നിന്നുമുള്ള 8ാമത്തെ അധ്യായമാണ്. PSC ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ PSCയുടെ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും ഈ ഒരു അധ്യായം പഠിച്ചിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. വികസനത്തിൻ്റെ പൂക്കോട്ടുമല മാതൃക. പൂക്കോട്ടുമല ഒരു കൊളാഷാണ് ഇവിടെ തന്നിരിക്കുന്നത്. 11ാം വാർഡിൽ നിന്ന് ഫിലമെന്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ ഓരോ വാർഡിലും സൗരോർജ പാർക്കുകൾ. പൂക്കോട്ടുമല 5ാം വാർഡിൽ ഇന്ന് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം. പൂക്കോട്ടുമല 1ാം വാർഡിന് സമ്പൂർണ്ണ മാലിന്യമുക്തം. ജനകീയ സമിതിയുടെ പരിശ്രമം ഫലം കണ്ടു. പൂക്കോട്ടുമല ഇനി സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമം. പൂക്കോട്ടുമല ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്താ തലക്കെട്ടുകളാണ് തന്നിരുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സുസ്ഥിര പുരോഗതി കൈവരിച്ച ഗ്രാമമാണ് പൂക്കോട്ടുമല. ഭക്ഷ്യ സ്വയം പര്യാപ്തത, തണ്ണീർത്തട വികസനം, എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകൾ, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെന്റ് രഹിത ഗ്രാമം തുടങ്ങിയ അനവധി വികസന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിലായിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗ്രാമസഭകളിലെ മികച്ച പങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമാണ് പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയത്. ഇനി നമുക്കിവിടെ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായിട്ട് സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കുവാനും അഭിപ്രായം പറയുവാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകുവാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ട് അറിയുവാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. അപ്പൊ ഗ്രാമസഭ എന്താണ്? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്നറിയപ്പെടുന്നു. അപ്പൊ ഗ്രാമസഭയ്ക്ക് പകരം നഗരങ്ങളിൽ അറിയപ്പെടുന്നതാണ് എന്ത്? വാർഡ് സഭ എന്ന്. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്ന് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഇപ്പൊ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഇടവേള ഏതാണ്? കുറഞ്ഞത് 3 മാസം. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭ ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ഇപ്പൊ ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കുവാനുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. അപ്പൊ കൺവീനർ ആരാണ്? വാർഡ് മെമ്പറാണ് കൺവീനർ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ എന്നതും, ഗ്രാമസഭ നഗരങ്ങളിൽ അറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ വാർഡ് സഭ എന്നാണ് എന്നതും, ഗ്രാമസഭ കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലെങ്കിലും വിളിച്ചു ചേർക്കേണ്ടതാണ് എന്നൊരു പോയിന്റും, ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതുപോലെ കൺവീനർ, ഗ്രാമസഭയുടെ കൺവീനർ ആര് എന്ന് ചോദിച്ചാൽ വാർഡ് മെമ്പർ ആണ് എന്നതും കൂടി ഈ ഒരു ഭാഗത്ത് നിന്നും പഠിക്കാം. ഈ ഭാഗത്ത് തന്നിരിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനം എന്താണ്? വാർഡ് സഭയാണ്. വാർഡ് സഭ.
ഗ്രാമസഭയ്ക്ക് സമാനമായിട്ട് നഗരങ്ങളിലുള്ള സംവിധാനമാണ് എന്ത്? വാർഡ് സഭ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നും പഠിച്ചു വെക്കുക. ഇനി ഗാന്ധിജിയുടെ സ്വപ്നം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമ സ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക് ആണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളകളും തുണികൾക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുവാൻ ഉപയോഗിക്കും. അപ്പം ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫാണിത്. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമ സ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക് ആണ് എന്ന് പറഞ്ഞത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. എന്താണ്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളിലൂടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ആര് വിശ്വസിച്ചത്? ഗാന്ധിജി. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെയും അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമങ്ങളാണ്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങൾ. സ്വയം ഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത്. സ്വയം ഭരണ ഗവൺമെന്റ്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഇനി അധികാര വികേന്ദ്രീകരണം എന്നാൽ എന്താണ്? അധികാര വികേന്ദ്രീകരണം എന്നാൽ അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. എന്താണ്? അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാക്കുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുവാനുള്ള അവസരം താരതമ്യേന കുറവാണ്. എന്താണ്? അധികാര കേന്ദ്രീകരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രമായിട്ട് നിക്ഷിപ്തമാക്കുന്നു. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാക്കുവാനുള്ള അവസരം എന്താണ്? കുറവാണ്. ഇനി അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം.
വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കുവാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇതിലാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് രാജ്. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് രാജ് അല്ല, പഞ്ചായത്ത്. ഗ്രാമ ജീവിതത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങൾ ആയിരുന്നു അവ. പഞ്ച, അഞ്ച്, ആയത്, യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. അപ്പൊ പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത് സംസ്കൃത പദങ്ങൾ ഏതൊക്കെയാണ്? പഞ്ച എന്നതും ആയത് എന്നതും ആയ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപം കൊണ്ടത്. ഇവ സംസ്കൃത പദങ്ങളാണ്. പഞ്ച എന്നതിൻ്റെ അർത്ഥം അഞ്ച് എന്നതും ആയത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? യോഗം അഥവാ സമ്മേളനം എന്നതുമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണം ദുർബലമാകുവാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. ആരാണ്? റിപ്പൺ പ്രഭു. 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. ഏതാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി എന്തുപറ്റി? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് എന്നത് രണ്ട് സംസ്കൃത പദങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണ്. അവ ഏതൊക്കെയാണ്? പഞ്ച എന്നതും ആയത് എന്നതും. പഞ്ച എന്നതിൻ്റെ അർത്ഥം അഞ്ച്, ആയത് എന്നതിൻ്റെ അർത്ഥം യോഗം അഥവാ സമ്മേളനം എന്നാണ്. ഇനി വരുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ട് അനുച്ഛേദം 40 നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ട് അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ഏതൊക്കെ കമ്മിറ്റികളാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ഏത് വർഷമാണ്? 1957. അതുപോലെ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ 1978. ഇപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങളും അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വരുന്നത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയാണ്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അതുപോലെ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തതാണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ദ്വിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഏത് വർഷമാണ്? 1978. ദ്വിതല പഞ്ചായത്തിൽ വരുന്നത് ഏതൊക്കെയാണ്?
മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമാണ്. ദ്വിതല പഞ്ചായത്തിൽ വരുന്നത് മണ്ഡൽ പഞ്ചായത്ത്, അതുപോലെ ജില്ലാ പരിഷത്ത്. അപ്പൊ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വരുന്നത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഇനി ദ്വിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഏത് വർഷമാണ്? 1978 ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമാണ്. അടുത്ത പോയിന്റ്, ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഇപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ഏതിനാണ്? പഞ്ചായത്ത് സമിതിക്കാണ്. ആസൂത്രണ വികസന പ്രവർത്തനത്തിനുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്ക്, അതുപോലെ മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനാണ്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഇനി അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, അതുപോലെ മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല, ജില്ലാ പരിഷത്തിന് ജില്ലാതല ചുമതല. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. അപ്പൊ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. ഇനി ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അശോക് മേത്ത കമ്മിറ്റിയുടെ പട്ടികജാതി പട്ടികവർഗ സംവരണം ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത് ത്രിതല പഞ്ചായത്ത് സംവിധാനം. ത്രിതല പഞ്ചായത്തിൽ വരുന്നതാണ് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. അതുപോലെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം ആർക്കാണ്? പഞ്ചായത്ത് സമിതികൾക്കാണ്. മേൽനോട്ടവും സംഘടനവും ആർക്കാണ്? ജില്ലാ പരിഷത്തിനാണ്. ഇങ്ങനെ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പും ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പുമാണ്. ഇനി അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തൊക്കെയാണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം. അപ്പൊ ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല വരുന്നത്. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ്. ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ഏത് കമ്മിറ്റിയാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം ഏത് കമ്മിറ്റിയാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഈ പോയിന്റ്സ് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അല്ലാതെയും ഒക്കെ ചോദിക്കാം. മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നൗഗർ ജില്ലയിൽ പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. എവിടെയാണ്? രാജസ്ഥാനിലെ നൗഗാർ ജില്ലയിലാണ്. ഡേറ്റോ 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നൗഗാർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്.
അടുത്തത് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ ഉണ്ടായ കാരണം എന്താണ്? അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസമാണ്. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. വർഷമേതാണ്? 1992. 1992 ഭേദഗതികൾ 73 ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം. 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനം. പഞ്ചായത്ത് രാജ് സംവിധാനം ഗ്രാമസഭകളുടെ രൂപീകരണം. 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനം എന്താണ്? വാർഡ് സഭകളുടെ രൂപീകരണമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഗ്രാമസഭകളുടെ രൂപീകരണം, നഗരപാലിക സംവിധാനം വാർഡ് സഭകളുടെ രൂപീകരണം. ഭരണകാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇതിൻ്റെയും എത്രയാണ്? ഭരണകാലാവധി 5 വർഷം തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, പട്ടികജാതി പട്ടികവർഗ സംവരണം 2 സംവിധാനത്തിലും വരുന്നുണ്ട്. വനിതാ സംവരണം 2 സംവിധാനത്തിലും വരുന്നു. തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്. തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അപ്പോൾ 2 സംവിധാനത്തിലും തെരഞ്ഞെടുപ്പ് ചുമതല ആർക്കാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 2 സംവിധാനത്തിലും 5 വർഷത്തിലൊരിക്കലാണ് ധനകാര്യ കമ്മീഷൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ: നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ എന്താണ്? മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ 73, 74 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് പഠിച്ചു വെക്കുക, പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏതാണ്? പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസിൽ, അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും. മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. നഗരപാലിക സംവിധാനം. അടുത്തതായിട്ട് ജനകീയാസൂത്രണം കേരളത്തിൽ. 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി.
ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അടുത്തതായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും സേവനങ്ങളുമാണ് തന്നിരിക്കുന്നത്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും സേവനങ്ങളുമാണ് തന്നിരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം ആണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും, കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുമുള്ള ഫീസുകളും, പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും പഞ്ചായത്തിൻ്റെ വരുമാനത്തിൽ ഉൾപ്പെടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ ഉൾപ്പെടും. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയ ആസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഒരു കുട്ടി തയ്യാറാക്കിയ പ്രബന്ധത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് താഴെ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുവാനായിട്ടുള്ളത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തുടർച്ചയായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. പ്രത്യേകം പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പാഠഭാഗത്തിൽ നിന്നുമുള്ള മോഡൽ എക്സാം അടുത്ത ദിവസങ്ങളിലായിട്ട് നടത്തുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.